വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD അഭിറാം വർമ്മയുടെ ഭാര്യയായിരിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? പ്ലീസ് പറയബിയേട്ട. അവളുടെ മുഖം തൻ്റെ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. എന്ത് യോഗ്യതയാണ് നിനക്കില്ലാത്തത്? ഒരു പുരുഷൻ പൂർണ്ണമാവണമെങ്കിൽ അവൻ്റെ പാതിജന്മമായ സ്ത്രീ അവനിൽ ലയിക്കണം. അങ്ങനെ ഒരു സ്ത്രീക്ക് സാധിക്കുമെങ്കിൽ അതാണ് അവൻ്റെ ഒപ്പം ജീവിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത. ഞാനെന്ന പുരുഷനെ പൂർണ്ണമാക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ ലച്ചു. അതൊരിക്കലും രണ്ട് ശരീരങ്ങൾ കൊണ്ടുള്ള പൂർണ്ണതയല്ല. നമ്മുടെ ഈ മനസ്സുകൾ കൊണ്ട് എൻ്റെ ഈ ശരീരത്തിലുള്ള ഓരോ അണുവിലും നീയാണ്. പിന്നെ എൻ്റെ പെണ്ണിൻ്റെ യോഗ്യത തീരുമാനിക്കുന്നത് അവനല്ല. പിന്നെ നീ പറഞ്ഞ MD സ്ഥാനം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആരാവാൻ ആഗ്രഹിച്ചോ അതൊരാഗ്രഹമായി തന്നെ എൻ്റെ മനസ്സിലുണ്ടാവും. സോറി അബിയേട്ട. പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും എന്നെ എങ്ങനെയും ശിക്ഷിക്കാൻ അബിയേട്ടന് അധികാരമുണ്ട്. നിന്നെ ശിക്ഷിക്കാനോ നിന്റെ കണ്ണു നിറഞ്ഞാൽ വേദനിക്കുന്നത് എൻ്റെ മനസ്സാണ്. നിന്റെ ദേഹത്ത് നിന്ന് ചോര പൊടിഞ്ഞ് അതിൻ്റെ ഒപ്പം ചോര പൊടിയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. നിന്നെ ചേർത്ത് നിർത്താനേ എനിക്ക് കഴിയൂ, ഒരിക്കലും അകറ്റാൻ എനിക്കാവില്ല. അത്രത്തോളം ഞാൻ നിന്നെ പ്രണയിക്കുന്നു, അല്ല സ്നേഹിക്കുന്നു. നിന്നോളം മറ്റാരെയും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഈ ജന്മം ഇനി ആരെയും സ്നേഹിക്കാനും ആവില്ല. തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ ലക്ഷ്മി അവൻ ഗാഢമായി പുണർന്നു. ആ കരവലയത്തിൽ തനിക്കിതുവരെ കിട്ടാത്ത സുരക്ഷിതത്വം കിട്ടുന്നത് അവൾ അറിഞ്ഞു. അബിയേട്ടാ. എന്താ ലച്ചു? രാഹുൽ എന്തിനാ എന്നെ ചതിച്ചത്? എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഞാൻ പറയാം ലച്ചു. എന്ന് പറ അബിയേട്ടാ. എന്തിനായിരുന്നു അവൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? തൻ്റെ നെഞ്ചിൽ നിന്ന് അവളുടെ മുഖം പിടിച്ചബി ഉയർത്തി. അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ ലച്ചു. രാഹുലിന് സ്വന്തം പെങ്ങളോടുള്ള സ്നേഹം. അബി പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാവാതെ ലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതേ ലച്ചു, രാഹുൽ അവൻ്റെ പെങ്ങളെ ഗാഢമായി സ്നേഹിക്കുന്നു. അവളുടെ അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഓർമ്മയിൽ നിന്നും കരകയറാനാവാതെ ഓരോ നിമിഷവും ഉരുകിത്തീരുകയാണ് അവൻ്റെ ജന്മം. പക്ഷേ അബിയേട്ടാ, നീ ഒന്നും ചെയ്തില്ല, എനിക്കറിയാം. പക്ഷെ അവനത് അംഗീകരിക്കുന്നില്ല. അവൻ്റെ പെങ്ങൾക്കില്ലാത്ത ജീവിതം നിനക്കും വേണ്ട എന്ന ചിന്ത. അത്രയുള്ളൂ നിന്നോടുള്ള പക. കേൾക്കുമ്പോൾ വെറും നിസ്സാരമായി തോന്നാം. പക്ഷേ രാഹുൽ അവൻ്റെ മനസ്സിൽ വേണ്ട നെരിപ്പാട് ഊതിപ്പെരുപ്പിച്ച് അവൻ തന്നെ ഒരു തീയാക്കി. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല അബിയേട്ട. അവളുടെ അവസ്ഥയിൽ ഒരു പങ്കും എനിക്കില്ല. ഞാൻ അറിഞ്ഞോണ്ടല്ല. മുഖം പൊത്തി ഒരു തേങ്ങിക്കരച്ചിലോടെ ലക്ഷ്മി നിലത്തേക്കിരുന്നു. ലച്ചു, നീ എഴുന്നേൽക്ക്. അബി അവളെ പിടിച്ച് ബെഡിൽ കൊണ്ടിരുത്തി. നീ കരയാതെ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ അനുഭവിക്കേണ്ടത് പലതും ആ കുട്ടി അനുഭവിച്ചു. അതവന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. അപ്പം നീ ഒരു ഭാര്യയും അമ്മയും ഒക്കെ ആവുന്നത് രാഹുലിന് എങ്ങനെ സഹിക്കാൻ പറ്റും? അവൻ്റെ സഹോദരിക്കില്ലാത്തൊരു ലൈഫ് നിനക്കും വേണ്ട എന്ന് തോന്നി. ഞാൻ കാരണമല്ലേ രണ്ട് ജീവിതങ്ങൾ ഒരുപോലെ? ഞാൻ സത്യത്തിൽ ഒരു മഹാപാപിയാണല്ലേ? എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെ ആയതെന്ന്. വല്ലാത്തൊരു ജന്മം. തൻ്റെ മുന്നിലിരുന്ന് കരയുന്ന ലക്ഷ്മിയെ കണ്ട അബിക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു. നീ അറിഞ്ഞോണ്ട് ചെയ്യാതെ ഒരു കാര്യത്തിന് നീ എങ്ങനെ തെറ്റുകാരിയാവും? അതാ കുട്ടിയുടെ വിധി. പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടായാലും സോൾവ് ചെയ്യാനും നമുക്കൊരു മാർഗമുണ്ടാവും. നീ കരയാതെ. അവളെ തന്നിലേക്ക് ചേർത്തൊരു അപേക്ഷ പോലെ അവൻ പറഞ്ഞു. പ്ലീസ് കരയരുത്. നിന്നെ ഒരിക്കലും സ്നേഹിക്കാത്ത അവന് വേണ്ടി ഒഴുക്കാനുള്ളതാണോ നിന്റെ ഈ കണ്ണുനീര്? രാഹുൽ ആരാണ് എന്നറിഞ്ഞിട്ടും അവൻ്റെ മനസ്സിലിരിപ്പറിഞ്ഞിട്ടും നിന്റെ കണ്ണുകൾ അവന് വേണ്ടി നിറഞ്ഞ അതെൻ്റെ തോൽവിയാണ്. രാഹുലിൻ്റെ മുന്നിൽ ഞാൻ തോൽക്കാൻ നീ ആഗ്രഹിക്കുന്നു? ഇല്ല എന്ന മട്ടിൽ ലക്ഷ്മി തൻ്റെ തലയനക്കി. എങ്കിൽ കണ്ണീര് തുടയ്ക്ക്. അവളുടെ കണ്ണ് തുടച്ചുകൊണ്ടിരുന്ന അവൻ്റെ കൈ പിടിച്ച് ലക്ഷ്മി അവനോടായി ചോദിച്ചു. എങ്കിലും അവനിൽ ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അബിയേട്ടൻ എങ്ങനെ? അതിപ്പോൾ എന്താ പറയുക? നിന്നോടുള്ള ഇഷ്ടം ആദ്യം പറഞ്ഞത് സഞ്ജുവിൻ്റെ അടുത്താണ്. പേര് മാത്രം അറിയാം. ബാക്കി ഡീറ്റെയിൽസ് സഞ്ജു വന്ന് പറഞ്ഞപ്പോഴാണ് രാഹുലിനെ പറ്റി പറയുന്നത്. കണ്ടത് നിങ്ങളെ രണ്ടിനെയും ഒന്നിച്ച്. പക്ഷേ സ്വന്തം പെണ്ണിനെ അടുത്ത് കിട്ടിയ സന്തോഷമൊന്നും ആ മുഖത്ത് ഞാൻ കണ്ടില്ല. പിന്നീട് ഒറ്റയ്ക്കൊന്ന് കാണാൻ തോന്നി. ഉദ്ദേശം ഒന്ന് മാത്രം, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ആഴമളക്കുക എന്ന ലക്ഷ്യം മാത്രം. പക്ഷേ ഞാൻ പറഞ്ഞു ഓരോ വാക്കും അവനിൽ പറയത്തക്ക മാറ്റമൊന്നും കണ്ടില്ല. എത്ര ധൈര്യമില്ലാത്തവനും അവന് ഇഷ്ടമുള്ള സ്വന്തം പെണ്ണിനെ ആർക്കും വിട്ടുകൊടുക്കില്ല. സത്യം പറഞ്ഞ ഞാൻ അവനിൽ നിന്നും മുഖത്ത് ഒരടി പ്രതീക്ഷിച്ചു. പക്ഷേ എവിടെ?
പിന്നെ രാഹുലിനോട് പറഞ്ഞ അതേപോലെ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞു. അവനുടനെ എന്നോട് എന്താ പറഞ്ഞതെന്നറിയുമോ? രാഹുൽ ഒരു പാവമായത് നിന്റെ ഭാഗ്യം. എൻ്റെ ആമിയെയാണ് ആരെങ്കിലും ഇതുപോലെ ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ എന്ന്. എനിക്കറിയാം ലച്ചു, സഞ്ജുവിൻ്റെ റേഞ്ച് 24 വർഷമായി ഞാൻ അവനെ കാണുന്നു. പറയത്തക്ക ധൈര്യമൊന്നും അവനില്ല. അടിയിടി എന്നൊക്കെ എഴുതി കാണിച്ച് അവൻ ഓടും. പക്ഷേ അവൻ്റെ പെണ്ണിൻ്റെ കാര്യം വന്നപ്പോൾ അവൻ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? അതാണ് ഞാൻ രാഹുലിൽ കാണാഞ്ഞത്. അന്ന് തൊട്ട് ഞാൻ അവൻ്റെ പുറകിലായിരുന്നു. പിന്നെ രാഹുലും സൂര്യയും തമ്മിലെ മീറ്റിംഗ്. സൂര്യ അവളെ എനിക്ക് നന്നായി അറിയാം. ഇങ്ങനെ തന്തയുടെ പണത്തിൽ അഹങ്കരിക്കുന്ന ഒരുത്തി അവളെ പോലെ വേറെ കാണില്ല. അതുപോലെ ഒരുത്തി രാഹുലിൻ്റെ ഒപ്പം. അതും ഒരു രീതിയിലും ഫ്രണ്ട്ഷിപ്പിന് ചാൻസ് ഇല്ലാത്ത 2 പേരാണവർ. അങ്ങനെയുള്ളപ്പോൾ അതിന് തക്കതായ കാര്യമുണ്ടാവുമെന്ന് തോന്നി. പിന്നെ ആക്സിഡൻറ്റ്, അത് നീ നല്ല ഭംഗിയിൽ എൻ്റെ തലയിൽ എടുത്തു വെച്ചു തന്നു. പിന്നെ നേരിലായി മനസ്സിലായി നീ എൻ്റെ ഭാര്യയാവും എന്ന്. ഞാൻ എന്നല്ല ഒരാളും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലെന്ന് അവനും. പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അതിൻ്റെ ഇടയിൽ രാഹുൽ സഞ്ജുവിനെ ഒന്ന് ചൊറിഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ. അവനെ ഒന്ന് മാന്തി, അത്ര തന്നെ. ലച്ചു, നീ എന്താ ആലോചിക്കുന്നത്? നീ കരയുക. തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന ലക്ഷ്മിയോടായി അഭി ചോദിച്ചു. കരച്ചിലല്ല, സത്യമെന്ന് കരുതിയിരുന്നത് ഏറ്റവും വലിയ കള്ളമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തം മനസ്സുപോലും എന്നെ കളിയാക്കുന്നു. ഒരുതരം മരവിപ്പാണിപ്പോൾ. പക്ഷെ നീ എങ്ങനെ സഞ്ജു പറഞ്ഞു? എനിക്കും അവനുമല്ലാതെ വേറെ ആർക്കും. ആരും അറിഞ്ഞില്ല. ഞാൻ എൻ്റെ സ്വന്തം കണ്ണിന്ന് കണ്ടതാ, അഭിയേട്ടൻ്റെ ഫോണിൽ. അപ്പോഴും അവനെ വിളിക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ടായിരുന്നു അവൻ ചതിക്കില്ല എന്ന്. പക്ഷെ അവൻ വെട്ടി തുറന്ന് പറഞ്ഞു എന്നോട്. യാതൊരുവിധ സ്നേഹമോ പ്രണയമോ തോന്നിയിട്ടില്ല. ആകെ തോന്നിയ വികാരം. ബാക്കി പറയാതെ നിറഞ്ഞ കണ്ണുകൾ ലക്ഷ്മി തുടച്ചു. എന്തുകൊണ്ടാവും എന്നോടെല്ലാവർക്കും ആ ഒരു വികാരം മാത്രം തോന്നുന്നത്? അവനറിയാം അവൻ്റെ പെങ്ങൾ അനുഭവിച്ചത്. എന്നിട്ടും ഞാനെന്ന പെണ്ണിൽ നിന്ന് അവനും അതല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കിയ രാഹുലും രാഖിയെ ഉപദ്രവിച്ചവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? പറ അഭിയേട്ടാ. ലച്ചു, അവൻ്റെ മുന്നിലുള്ളത് അവൻ്റെ വിജയമാണ്. പക്ഷേ ഇത്ര ശത്രുതയുണ്ടായിട്ടും അവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. അത് അവനിലെ ഇത്തിരി നന്മയാണ്. ലക്ഷ്മി അഭിയിൽ നിന്ന് അകന്നു മാറി നിന്നു. ഇത്രയായിട്ടും അഭിയേട്ടൻ അവനെ ന്യായീകരിക്കുവാൻ നോക്കുക. അഭി എഴുന്നേറ്റ് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു, നഷ്ടം എനിക്കുമായാലും നിനക്കായാലും അവനാണേലും മനസ്സിൻ്റെ വേദന ഒന്നാണ്. അത് നീ മനസ്സിലാക്കണം. നമ്മൾ തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിച്ചാൽ ശരിയാവില്ല. അങ്ങോട്ട് മാറു മനുഷ്യ. പെട്ടെന്ന് നിനക്ക് എന്തു പറ്റി? അഭിരാം വർമ്മ മാങ്ങയാണ് തേങ്ങയാണ്. ഇതിപ്പോൾ ഭീമൻ്റെ ശരീരവും കുജേരൻ്റെ ഡയലോഗും. പിന്നെ ഞാൻ എന്തു വേണം? നിങ്ങളൊന്നും ചെയ്യണ്ട. എന്തായാലും ഞാൻ അവനെ വെറുതെ വിടില്ല. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ലച്ചു? എന്താ അഭിയേട്ടാ? കറക്റ്റ് റൊമാൻസ് ടൈമിൽ എങ്ങനെ കുളാക്കാൻ പറ്റുന്നു നിനക്ക്? പിന്നെ ഞാനെന്താ പറയേണ്ടത്? ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ശത്രു അവനാണ്. അന്നേരം രാഹുലിൻ്റെ നന്മ പറഞ്ഞുകൊണ്ട് വന്നാൽ. ഈശ്വര, ഈ രാഹുൽ കാലന് ഇണങ്ങി നിന്നാലും പിണങ്ങി നിന്നാലും എനിക്ക് പാരയാണല്ലോ. അഭിയേട്ടാ. അതും പറഞ്ഞ് ബാൽക്കണിയിലേക്ക് നടന്ന അഭിലക്ഷ്മിയുടെ വിളിയിൽ തിരിഞ്ഞു നിന്നു. എന്താ, ബാൽക്കണിയിൽ കിടക്കാൻ പോകുവാണോ? അല്ല, ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ബെഡിലാണ് കിടക്കുന്നത്. ഞാനെന്തിനാ വെറുതെ എൻ്റെ നടുവ് കളയുന്നത്? നിനക്ക് എൻ്റെ ഒപ്പം കിടക്കാൻ വയ്യെങ്കിലേ ഇറങ്ങി താഴെ കിടന്നു. അല്ല പിന്നെ. എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ? ചതി തിരിച്ചറിഞ്ഞു നിന്നെ ആശ്വസിപ്പിക്കുന്നു, ചേർത്ത് നിർത്തുന്നു, ഉമ്മ വയ്ക്കുന്നു. അഭിയേട്ടൻ എന്തിനാ അങ്ങനെ കരുതാൻ പോയത്? എൻ്റെ സ്വഭാവം അറിയില്ലേ? ഇനി എനിക്ക് അവൻ്റെ മുഖം നോക്കി ഒരെണ്ണം കൊടുക്കാതെ ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അഭി നടന്ന് അവളുടെ അടുത്ത് വന്നു. എനിക്കറിയാം നിന്റെ മനസ്സ്. രാഹുലിന് നല്ലൊരു പണി കൊടുക്കാം. നീ സമാധാനിക്ക്. സത്യാണോ? അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടവൻ തന്നിലേക്ക് ചേർത്തു നിർത്തി. ഒന്ന് കരയുന്ന പോലുമില്ല. എങ്കിലും എനിക്കറിയാം നിന്റെ സങ്കടം. എന്നിലേക്ക് അടുക്കാൻ ഇത്തിരി സമയം കൂടി വേണമെന്നും അറിയാം. ഞാൻ കാത്തിരിക്കാം നിന്റെ പൂർണ്ണ സമ്മതത്തിന്. എനിക്ക് അഭിയേട്ടൻ്റെ അടുത്തൊരു ദേഷ്യവുമില്ല. എങ്കിലും അറിയാം ഇനി അത് പറഞ്ഞ് കുളാക്കണ്ട. പക്ഷേ എനിക്ക് തന്ന ഉമ്മ ഞാൻ തിരിച്ചു തരും. ലക്ഷ്മി എന്തേലും പറയുന്നതിന് മുന്നേ തന്നെ അഭിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞു. എന്തോ ആലോചിച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൂര്യയെ കണ്ട് രാമചന്ദ്രൻ അങ്ങോട്ട് വന്നു. നീ എന്താ ഈ രാത്രി മുറ്റത്തിറങ്ങി നിൽക്കുന്നത്? അകത്ത് സ്ഥലമില്ലേ? അത് ഡാഡി, ഞാൻ അഭിയെ പറ്റി ചിന്തിക്കുക. അഭി, അത് കൊള്ളാം. പശുവും ചത്തു, മോരിലെ പുളിയും പോയി.
ഇനിയും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അത് വിടു മോളെ അഭിറാം. അത് നിന്റെ ജീവിതത്തിൽ ഒരടഞ്ഞ അധ്യായമാണ്. ഡാഡിക്കറിയില്ലേ ഞാൻ അബി എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന്. അവനെ കിട്ടുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ഞാനൊരു വിധത്തിലും എനിക്ക് പറ്റാത്ത രാഹുലിനെ എൻ്റെ ഫ്രണ്ടാക്കിയത്. ഇപ്പം അവൻ്റെ കയ്യിൽ നിന്നും എല്ലാം പോയി. ചില സമയം രാഹുലിൻ്റെ പെരുമാറ്റം കണ്ട അവൻ ബോസും ഞാൻ അവൻ്റെ ജോലിക്കാരി എന്ന് തോന്നും. മോളെ, ചതിച്ചത് അവനാണ്, ആ ഗിരിധർ വർമ്മ. ഒടുവിൽ അവൻ അവൻ്റെ പുത്രൻ്റെ സ്നേഹം തുറന്നു കാണിച്ചു. അതോടെ അഭിറാം എന്ന നമ്മുടെ സ്വപ്നത്തിൻ്റെ ആദ്യ വഴി അടഞ്ഞു. പിന്നെ രാഹുലിനടുത്ത് ചാടാനല്ലാതെ ആ പൊട്ടനെ കൊണ്ട് വേറെ ഒന്നിനും കൊള്ളില്ല. പിന്നെ അതിലും വിഡ്ഢികൾ നമ്മളാണ്. ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന് നന്നായി പൈസ മുടക്കി ബിസിനസ് വഴി എന്തെങ്കിലും പണി കൊടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ തലപ്പത്ത് അവനല്ലേ ആ അഭിറാം വർമ്മ. കുറച്ച് നാൾ ഒന്ന് വീട്ടിലിരിക്കാൻ ഒരു അവസരം കിട്ടിയ പഴയ പോലെ ഗിരിധറാവും ബിസിനസ് നോക്കുക. അത് നമുക്കൊരു ചാൻസാണ്. അഭിറാം വർമ്മ അവൻ്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന ബിസിനസ് നിമിഷങ്ങൾ കൊണ്ട് തരിപ്പണമാക്കും. അതെങ്ങനെ? ഗിരിയങ്കിൾ അത്ര പൊട്ടനൊന്നുമല്ല. അഭി വന്നിട്ട് 5 വർഷമല്ലേ ആയുള്ളൂ. അതിനു മുന്നേ അങ്കിൾ തന്നെ മുഴുവൻ നോക്കിയത്. 5 വർഷം മുന്നേ ഗിരിധർ നോക്കിയത് പോലെയല്ല ഇപ്പോൾ. അതിൻ്റെ ഡബിൾ ഇരട്ടി വലുതാണ് അവരുടെ ബിസിനസ് സാമ്രാജ്യം. അതിൻ്റെ ക്രെഡിറ്റ് അഭിമന്യുവിനാണ്. അബിയിൽ വീട്ടിലിരുത്തുക എന്ന് വെച്ചാൽ ഡാഡി ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം ഒരു 2 മാസം അഭിറാം വീട്ടിലിരിക്കുക. അത് കൈയൊടിഞ്ഞു വേണോ കാലൊടിഞ്ഞു വേണോ എന്ന് ആലോചിക്കണം. ഡാഡി എന്തേ പറയുന്നത്? എൻ്റെ അബിയുടെ ജീവൻ വെച്ചൊരു കളിക്ക് ഞാനില്ല. അവനെന്തേലും പറ്റിപ്പോയാൽ അറിയാലോ എൻ്റെ സ്വഭാവം. നീ എന്തേ പറയുന്നത്? അഭിറാം നമ്മുടെ ശത്രുവാണ്. അവൻ്റെ നാശമാണ് ആഗ്രഹിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും കിട്ടാത്തൊരു പ്രേമത്തിൻ്റെ പേരിൽ. മതി, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, എന്തെങ്കിലും വിധത്തിൽ ഡാഡി കാരണം അവൻ്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞ നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ മറക്കും. സൂര്യ, നിനക്ക് ഭ്രാന്താണ്, നല്ല മുഴുത്ത ഭ്രാന്ത്. അതെ ഡാഡി, എനിക്ക് ഭ്രാന്താണ്. അത് അവനോട്, അഭിറാം വർമ്മയോട്. അവനെ എനിക്ക് നേടിത്തരാൻ പറ്റുമോ ഡാഡിക്ക്? എന്ത് പറയണമെന്നറിയാതെ രാമചന്ദ്രൻ തലകുനിച്ചു. അപ്പോൾ പറ്റില്ല എന്നല്ലേ? അപ്പം എൻ്റെ വഴി ഞാൻ നോക്കാം. മോളെ, അഭിറാം ഇപ്പോൾ ഒരു ഭർത്താവാണ്, അത് നീ മറക്കരുത്. അയാളെ ദേഷ്യത്തിലൊന്ന് നോക്കി സൂര്യ അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ രാമചന്ദ്രൻ വീണ്ടും ചിന്തയിലാണ്ടു. ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയിൽ തൻ്റെ ശരീരം തളരുന്നത് പോലെ ലക്ഷ്മിക്ക് തോന്നി. അബിയുടെ കൈകൾ കൂടുതൽ ശക്തിയിൽ തൻ്റെ ഇടുപ്പിൽ അമരുന്നത് അവൾ അറിഞ്ഞു. ഒരാശ്രയം എന്നോണം അവൻ്റെ കയ്യിൽ അവൾ മുറുക്കെ പിടിച്ചു. എത്ര നുണഞ്ഞിട്ടും അവന് മതി വരാത്തതുപോലെ അവളുടെ ഇരുവാതരങ്ങളും അവൻ മാറി മാറി നുണഞ്ഞു. അബിയുടെ ശരീരവും വിയർക്കാൻ തുടങ്ങി. ഇതുവരെ താൻ അറിയാത്ത വല്ലാത്തൊരനുഭൂതി ആ 2 പേരിലും അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത്. തന്നിൽ നിന്ന് അകന്നു മാറി തന്നെ ദയനീയമായി നോക്കി അബിയെ കണ്ട് ലക്ഷ്മിക്ക് ചിരി വന്നു. ഈ സഞ്ജുവിനെ ഞാൻ തല്ലിക്കൊല്ലും. ഫോൺ നോക്കാതെ എങ്ങനെ അറിഞ്ഞു സഞ്ജുവേട്ടനാണെന്ന്? ഇങ്ങനെയുള്ള സമയത്ത് വിളിക്കാൻ ആ തെണ്ടിയെ കൊണ്ടേ പറ്റൂ. ഫോൺ എടുക്കാൻ പോയി അബിയുടെ മട്ടും ഭാവവും കണ്ട് ചിരിയടക്കി ലക്ഷ്മി നിന്നു. പറയിട കാല, എന്തു പറ്റി അബി നിനക്ക്? ഞാൻ ഇവിടെ വന്നു എന്ന് പറയാൻ വിളിച്ചതല്ലേ? നിന്നെ ഇവിടുന്ന് കെട്ടിയെടുത്തിട്ട് മണിക്കൂർ 2 ഇപ്പോഴാണോ നീ വീട്ടിൽ ചെന്നത്? അതോ നീ നിന്റെ മനസ്സ് ലക്ഷ്മിക്ക് മുന്നിൽ തുറക്കാൻ പോയതല്ലേ? ഇനി എങ്ങാനും ഒരു റൊമാൻറ്റിക് മൂഡൊത്ത് വന്നാൽ ഞാനൊരു കട്ടുറുമ്പാവണ്ടല്ലോ, അതാ ഞാൻ. എന്തൊരു ആത്മാർത്ഥത! ഇപ്പോഴും നീ കട്ടുറുമ്പ് തന്നെയാ. നീ ഒറ്റൊരുത്തൻ കാരണം എൻ്റെ കിസ്സിൻ്റെ ഫ്ലോ അങ്ങ് പോയി. സോറി അബി. വെച്ച് നീട്ടിയൊരു കിസ്സ് കയ്യിൽ നിന്ന് പോകുന്ന ദുഃഖം ആരേക്കാളും എനിക്ക് നന്നായി അറിയാം. സോറി. നീ വെച്ചിട്ട് പോവാൻ നോക്ക്, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് നീ കേൾക്കും. ഒരു കോമഡി പ്രോഗ്രാം ഇല്ലേ, അതിലെ അമ്മച്ചി ചോദിച്ച പോലെ നിനക്ക് ചൂടുവെള്ളം വല്ലതും വേണോ അബി? വേണം, നല്ല തിളച്ചതാണെങ്കിലേ എൻ്റെ തലയിൽ കൂടി കമിഴ്ത്ത്. നിനക്കും പിന്നെ എന്നെ കളിയാക്കുന്നവിടെ ഒരുത്തിക്കും സമാധാനം ആവട്ടെ. അത് കേട്ടതും ചിരി നിർത്തി ലക്ഷ്മി അബിയെ നോക്കി. അപ്പോൾ ശരി അബി, ഞാൻ വെക്കുന്നു. സഞ്ജു, ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും പറയാൻ വിട്ടു. നാളെ നമുക്ക് ഒരിടം വരെ പോവണം, നീയും വരണം. ഫ്രീ ആണോ നീ? ഫ്രീ ആണോ എന്ന് നീ അറിയണ്ട, നീ വിളിച്ചാൽ ഞാൻ വരില്ലേ? അപ്പം നാളെ കാണാം. ബാക്കി നേരിൽ കണ്ടിട്ട് നീ രാവിലെ ഇറങ്ങി വാ. ഫോൺ വെച്ച് തിരിഞ്ഞതും ഇപ്പോൾ തിരിഞ്ഞോടുമെന്ന മട്ടിൽ നിൽക്കുന്ന ലക്ഷ്മിയെയാണ് കണ്ടത്.